ഇടക്കിടക്ക് ആക്ഷേപിക്കണത് ശിശുസഹജമായ ദൗർബല്യമാണ് നമുക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു ഇടക്ക് അപ്പൊ തന്നെ എന്തിട്ട് വൃദ്ധസഹജമായ ദൗർബല്യം കടന്നു വന്നിട്ടുണ്ട് അവിടെ. ഈ ശിശുസഹജമായ ദൗർബല്യം എന്ന് മുജാഹിദിനെ കുറിച്ച് പറഞ്ഞത് ഞങ്ങൾ അംഗീകരിക്കണം, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. എന്താ ഈ ശിശുസഹജമായ ദൗർബല്യം എന്ന് പറഞ്ഞാല് അവർ നിഷ്കളങ്കന്മാരാന്നല്ല എന്റെ അർത്ഥം. ശിശുസഹജമായ ദൗർബല്യം എന്ന് പറഞ്ഞാൽ എന്താ? അവർ നിഷ്കളങ്കന്മാരാണ്, അവർക്കറിയില്ല. അവരെ പുഞ്ചിരിച്ചാൽ അത് ആത്മാർത്ഥമായിട്ടുള്ള പുഞ്ചിരി, അവിടെ കപടതൊന്നുമില്ല. അപ്പൊ ശിശുസഹജമായ ദൗർബല്യം അതാ, വഞ്ചനയില്ല, കാപട്യമില്ല. എങ്കിലും ഓക്കെ, ഞങ്ങൾക്കത് ശരിയാണ്, ഞങ്ങളുടെ കാര്യത്തിൽ ശരിയാണ്. പക്ഷെ ഇവിടെ ശിശുസഹജമായ ദൗർബല്യം മുജാഹിദികൾ നടത്തിയെന്ന് പറഞ്ഞത് ശരിയാണ്. കാരണം എന്താ? മുജാഹിദികൾ വിളിച്ചു പറഞ്ഞു രാജാവ് നഗ്നനാണ്, രാജാവ് നഗ്നനാണ്. അതെന്താ? ഒരു രാജാവ് അദ്ദേഹം പറഞ്ഞു ലോകത്ത് ആരും ഉടുത്തിട്ടില്ല, ഒരാൾക്കും സങ്കല്പിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു വസ്ത്രം എന്നെ അണിയിക്കണം. രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. അങ്ങനെ ഇവരെല്ലാവരും കൂടി ആലോചിക്കണം, രാജാവിന്റെ കൽപ്പന നടപ്പാക്കണല്ലോ, രാജാവിന് അങ്ങനെ കുപ്പായം തന്നെ കൊടുക്കണമല്ലോ. ഇപ്പൊ എന്ത് ചെയ്യും? അവസാനം ഒരു വിദ്വാൻ വന്നിട്ട് പറഞ്ഞു രാജാവിന്റെ ഉള്ള വസ്ത്രമൊക്കെ മാറ്റണം, എല്ലാം മാറ്റണം. എന്നിട്ട് ഇയാളിങ്ങനെ സങ്കല്പത്തിൽ ഇങ്ങനെ കാണിച്ചു, എന്റെ ഒരു വസ്ത്രം ഇങ്ങനെ ഇടുകയാണ് കേട്ടോ, ആരും ധരിച്ചിട്ടില്ല, ആരും കാണാത്തൊരു വസ്ത്രം, അങ്ങനെ നന്നായി വസ്ത്രം. എന്നിട്ട് രാജാവിനൊക്കെ പറഞ്ഞു ഉഷാർ എന്ന് പറഞ്ഞു, എല്ലാം കൊള്ളാം. എല്ലാരും ഏറ്റു പറഞ്ഞു, എല്ലാരും ഏറ്റു പറഞ്ഞു കൊള്ളാം, രാജാവിന്റെ വസ്ത്രം നല്ലതല്ലേ. അങ്ങനെ രാജാവ് ഒരു പണി ചെയ്യാൻ തീരുമാനിച്ചു, എങ്കിൽ ഈ വസ്ത്രം ധരിച്ച് ഈ ഉലകൊന്ന് ചുറ്റണം. അങ്ങനെ ഇങ്ങനെ ഉലകം ചുറ്റിയാണ് രാജാവ്. ഇങ്ങനെയല്ല, ഇയാൾ ഇങ്ങനെ ഉലകം ചുറ്റുമ്പോ കണ്ടവരൊക്കെ പറഞ്ഞു ഉഗ്രൻ വസ്ത്രം, നല്ല വസ്ത്രമാണ്, നല്ല വസ്ത്രം അവരെ പറയാണ്. ആരും രാജാവാണല്ലോ, ഇതിന് പറയാൻ പറ്റില്ലല്ലോ. നല്ല വസ്ത്രമാണ്, ആരും ധരിച്ചിട്ടില്ലാത്ത വസ്ത്രമാണ്. പക്ഷെ സങ്കല്പത്തിൽ ഇങ്ങനെ കാണിച്ചിട്ടേ ഉള്ളൂ, ആരും ധരിച്ചില്ലാത്ത വസ്ത്രമാണ്. അപ്പൊ ഒരു കുട്ടി ശിശുസഹജമായ ദൗർബല്യം മൂലം ആ കുട്ടി വിളിച്ചു പറഞ്ഞു രാജാവ് നഗ്നനാണ്. അതാണ് ശിശുസഹജമായ ദൗർബല്യം ആണ്. ഇവിടെ ജമാഅത്തുകാർ വന്നു, ഈ രൂപത്തിൽ അതിക്രമങ്ങൾ കാണിച്ചു, ഇബാദത്തിനെ വെട്ടിമുറിക്കാൻ ശ്രമിച്ചു, ഇസ്ലാമിനെ രാഷ്ട്രീയമായി അധപതിപ്പിക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് മുജാഹിദികൾ ശിശുസഹജമായ ദൗർബല്യത്തോടെ വിളിച്ചു പറഞ്ഞു രാജാവ് നഗ്നനാണ്. ഇത് തെറ്റാണ്. പക്ഷേ വാർദ്ധക്യ സഹജമായ ദൗർബല്യം അത് പിടികൂടി ഇല്ല, ഇത് തന്നെയാണ് ശരി എന്ന നിലപാടാണ് ആര് സ്വീകരിച്ചത്? ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചത്. ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ എന്തെടുക്കാണ്? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നിരുപാധികമായ അനുസരണം എന്ന് പറഞ്ഞാൽ നിരുപാധികമായ അനുസരണം, ഉപാധികളില്ലാത്ത അനുസരണം, പരമമായ അനുസരണം എന്നാണ് ഞങ്ങൾ അർത്ഥമാക്കുന്നത്. എന്ത് പരമം, എന്ത് നിരുപാധികം? ഞാൻ വായിച്ചല്ലോ. ശപിച്ചുകൊണ്ട് അനുസരിച്ചാൽ, ശപിച്ചുകൊണ്ട് അടിമപ്പെട്ടാലും എന്ത് നിരുപാധികളുള്ളത്? എന്ത് പരമമാ ഉള്ളത്? ചുമ്മാ നിരുപാധികം പരമം എഴുതി ചേർക്കാൻ പറ്റുന്നതാണോ? ഈ ബാധത്തിന് അർത്ഥം പറയണേ. തോന്നുമ്പോ തോന്നിയതൊക്കെ എഴുതി ചേർക്കും, നാടിനനുസരിച്ച് എഴുതി ചേർക്കണം, വീടിനനുസരിച്ച് എഴുതി ചേർക്കണം, ഒരാൾ ആക്ഷേപിക്കുന്നതിനനുസരിച്ച് എഴുതി ചേർക്കണം. അങ്ങനെ ഇവർക്ക് നിലപാടുണ്ട്. ഇവര് ഹുക്കൂമത്തെ ഇലാഹി എന്നാണ് ആദ്യം പറഞ്ഞിട്ട് അല്ലേ? ഹുക്കൂമത്തെ ഇലാഹി സ്ഥാപിക്കാൻ വേണ്ടി വന്നവരാണ്. അപ്പൊ പറഞ്ഞു ഹുക്കൂമത്തെ ഇലാഹി. ആ ഹുക്കൂമത്തെ ഇലാഹി എന്ന് പറയുന്നത് നിങ്ങളുടെ സങ്കല്പം അത് പിന്നെ ഷിയാക്കളുടെ വാദം ഇമാമിയ സങ്കല്പവുമായി യോജിപ്പുള്ളതാണ്, ബന്ധമുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ ഹുക്കൂമത്തെ ഇലാഹി എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വിശദീകരണത്തെ വിമർശിച്ചു. ആളുകൾ ബോധ്യപ്പെടാൻ തുടങ്ങിയപ്പോ ജമാഅത്തെ ഇസ്ലാമി ഒരു പണി ചെയ്തു. എന്ത്? ഇസ്ലാമിന്റെ അടിസ്ഥാന തത്താണ് ഹുക്കൂമത്തെ ഇലാഹി എന്ന് സ്ഥാപിക്കാൻ വന്ന ആൾക്കാരാ. പക്ഷെ അവര് പറഞ്ഞു ഹുക്കൂമത്തെ ഇലാഹി എന്ന് പറയണ്ട, പിന്നെന്തെടുക്ക ഇഖാമത്തുദ്ദീൻ എന്ന് മാറ്റാം. കാര്യം എന്താ? അത് തെറ്റിദ്ധാരണ ജനകാണ്. ഏത്? ഹുക്കൂമത്തെ ഇലാഹി. അപ്പൊ തെറ്റിദ്ധാരണ ജനകാണെന്ന് കണ്ടപ്പോ ഉടനെ യോഗം കൂടി തീരുമാനിക്കാണ്. ആര്? അഹ്ബാർ റുഹ്ബാനൊക്കെ യോഗം കൂടി തീരുമാനിക്കാണ് ഹുക്കൂമത്തെ ഇലാഹി വേണ്ട, പിന്നെന്ത് വേണം? ഇഖാമത്തുദ്ദീൻ എന്നാക്കാം. അപ്പൊ പ്രജകളല്ല. അങ്ങനെ തന്നെ ഫതിൽക ഇബാദത്തുഹു, അതാണ് അവർക്കുള്ള ഇബാദത്ത്. ഒരു സമയത്ത് അത് ഇസ്ലാമാണ്, അതാണ് ദീൻ, അതാണ് ഖുർആൻ പറഞ്ഞത്, അതാണ് അടിസ്ഥാനം, അത് ഹുക്കൂമത്തെ ഇലാഹി എന്ന് പറയാം. എന്നിട്ട് തെറ്റിദ്ധാരണ ജനക അത് വേണ്ട, ഇഖാമത്തുദ്ദീൻ എന്നാക്കി മാറ്റാം. അങ്ങനെ മാറ്റാൻ അവകാശമുണ്ടോ? ജിഹാദ് എന്ന വാക്ക് തെറ്റിദ്ധാരണ ജനകാണ്. നമുക്കതൊക്കെ മാറ്റിയപ്പോ സക്കീന നാക്കാം. ജിഹാദ് തെറ്റിദ്ധാരണ അത് പറയണ്ട, അങ്ങനെ തീരുമാനിക്കാൻ നമുക്ക് അവകാശമുണ്ടോ? അള്ളാന്റെ ദീനി കൈകടത്താൻ അവകാശമുണ്ടോ? അപ്പൊ ജമാഅത്തെ ഇസ്ലാമി പഠിപ്പിച്ച ഹുക്കൂമത്തെ ഇലാഹി എന്താണ്? ജമാഅത്താർ ഉണ്ടാക്കിയതാ, അതുകൊണ്ട് ജമാഅത്താർ മാറ്റേണ്ടത്. അത് അള്ളാന്റെ പേര് ചേർത്താണ്.
ഇസ്ലാമിന്റെ പേര് ചേർത്താണ്, ഖുർആന്റെ പേര് ചേർത്താണ്. ഇതാണ് ഇവിടെ സംഭവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിരുപാധികമായ അനുസരണം എന്ന് പറഞ്ഞാൽ, പരമമായ അനുസരണം എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അതാണ്, അതിന് മറുപടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി നിരുപാധികമായ അനുസരണം എന്നാണ് ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞെന്ന് വെക്കുക. നിരുപാധികമായ അനുസരണമാണ് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത്. നിരുപാധികമായ അനുസരണം അല്ലാഹുവിന് മാത്രം എന്നാണ് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞതെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ ആദ്യം ശിർക്ക് ചെയ്യണം. കാരണം എന്താ? ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ അതിന്റെ 8ാമത്തെ പേജിൽ എഴുതി വെച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയിൽ നിന്നുള്ളത് എന്ന് തെളിഞ്ഞ എല്ലാ ശിക്ഷണ നിർദ്ദേശങ്ങളെയും നിരുപാധികമായി സ്വീകരിക്കുക. അപ്പൊ മുഹമ്മദ് നബിയെ നിരുപാധികം സ്വീകരിക്കണം, അള്ളാനെയും നിരുപാധികം സ്വീകരിക്കണം. നിരുപാധികം സ്വീകരിച്ചാൽ എന്താ? അപ്പോ ഭരണഘടനയിൽ എഴുതി വെക്കാൻ 8ാമത്തെ പേജ് നിരുപാധികമായിട്ട് മുഹമ്മദ് നബിയെ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി അനുസരിക്കണം. അപ്പൊ മുഹമ്മദ് നബിയെ നിരുപാധികമായി അനുസരിക്കണം എന്ന് പറഞ്ഞാലോ അത് ശിർക്കാണ്. നിരുപാധികമായ അനുസരണം ശിർക്കാണെന്നല്ലേ പറഞ്ഞത്? അപ്പൊ എന്ത് കുന്താണ്ട്? എന്താണ് ഈ പറയുന്നത്? അത് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ വലിച്ചാൽ നീണ്ടുവരും, വിട്ടാൽ ചുരുങ്ങിപ്പോ, ചവിട്ടിയാൽ അതിങ്ങനെ കുഴയും, കാലെടുത്താൽ നിവർന്നു വരും. ഇങ്ങനെ എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടെത്തിക്കാൻ പറ്റുന്ന ഒരു സാധനം, അതാണ് ഇബാദത്ത്. എന്താണ് ഇബാദത്ത്? നിങ്ങളുടെ ഇബാദത്ത് എന്താണ്? വിശദീകരിച്ചു. ഞങ്ങൾ പറഞ്ഞു തന്നല്ലോ, ഖുർആൻ, ഹദീസ്, പ്രബോധനം അടക്കം വെച്ചിട്ട്. എന്നിൽ നിങ്ങൾ പറയൂ, നിങ്ങളുടെ ഇബാദത്ത് എന്താണ്? എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ? ചുമ്മാ അതിങ്ങനെ നീട്ടി വരച്ച് കുറെ കാര്യം അവിടുന്ന് ഇവിടുന്ന് വായിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. എന്താ ഇബാദത്ത്? അത് ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞു തരണം, പറഞ്ഞു കൊടുക്കണം, വിശദീകരിക്കണം. അതാണ് ഈ സമയത്ത് വ്യക്തമാക്കാനുള്ളത്. അപ്പൊ നിരുപാധികമായ അനുസരണം മുഹമ്മദ് നബിക്കാകാം. അപ്പോ നിരുപാധികമായ അനുസരണമാണ് ഈ ഇബാദത്ത് എന്ന് പറഞ്ഞാല് മുഹമ്മദ് നബിക്ക് ഇബാദത്ത് ചെയ്യാന്നല്ലേ അർത്ഥം? ജമാഅത്തുകാർ മുഹമ്മദ് നബിക്ക് ഇബാദത്ത് ചെയ്യുന്നുണ്ട് എന്നല്ലേ അർത്ഥം?